ഹായ് ഗൈസ്, ഇന്ന് ഞാനും എൻ്റെ ഇളയ കൊച്ചും ആനക്കയം വന്നേക്കാണ്. ആനക്കയം എന്ന് പറഞ്ഞാൽ കോതമംഗലത്തിന് ഒരു 25 കിലോമീറ്റർ ഉണ്ടാവും. ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലം അവിടെ വന്നേക്കാണ്. ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ. പുഴ അങ്ങനെ ഇച്ചിരി വെള്ളം കുറവുണ്ട് ഇവിടെ. അക്കരെ കാണുന്നത് വനമാണ് കേട്ടോ. വടാട്ടുപാറ വനമാണിത്. ഇവിടെ കടുവ, അതുപോലെ ആനയെല്ലാം ഒത്തിരി ഉള്ള സ്ഥലമാണ്. പുഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പുഴ കേട്ടോ. കാണാൻ അത്ര ഭംഗിയാണ്. ഭംഗി എന്ന് പറഞ്ഞാലേ എന്ത് ഭംഗിയാണെന്നൊരു കാണാൻ. ഇതാണ് അതിൻ്റെ ദൃശ്യം. എന്ത് ഭംഗിയായിരിക്കും. അക്കരെയെല്ലാം ആനയുടെ ശല്യം കൂടുതലാണ്. വനമാണ് അങ്ങോട്ട്. ആന കൂടുതലാട്ടോ. കാട്ടാനയുടെ ഒരു ശല്യമുള്ള പ്രദേശമാണിത്. പിന്നെ കടുവയുണ്ട്, പിന്നെ മ്ലാവ്, പിന്നെ ചെന്നായ്ക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ്. മേളിൽ നിന്നൊരു പുഴ കൂടുന്നുണ്ട്. ഈ ആനക്കയം പുഴ വെച്ചാൽ നമ്മുടെ കുയ്യംകുട്ടിയിൽ നിന്നൊരു പുഴയും മേളിലൊരു വടാട്ട് പറയുന്ന ഇടമലയാറിൽ നിന്നൊരു പുഴ വരുന്നുണ്ട്. ഇടമലയാർ പുഴ അതും കൂടി കൂടുന്ന സ്ഥലമാണ്. ഞാൻ കാണിച്ചാൽ ഇവിടെ കടത്തെല്ലാം ഉണ്ട്. കടത്ത് ഇവിടെ വരുന്നവർക്ക് ചെറിയ വള്ളത്തിൽ യാത്ര ചെയ്യാം. കടത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മീൻപിടുത്തക്കാരുണ്ട്. വൈകിട്ടാകുമ്പോഴത്തേന് മീൻപിടുത്തക്കാർ ഇറങ്ങും. എൻ്റെ വലയെല്ലാം കണ്ടോ, വലയൊക്കെ വെച്ചേക്കുന്നുണ്ട്. മീൻപിടുത്തക്കാരുണ്ട്. ഇവിടെ ഭയങ്കര വെള്ളം ഒഴുക്കുള്ള സ്ഥലമായിരുന്നു. ഇപ്പം നല്ല തെളിച്ചൻ്റെ അടി കാണാം. ഉണ്ടോ, ഇച്ചിരി വെള്ളക്കുറവുണ്ട് ഇവിടെ. അങ്ങോട്ടങ്ങ് പോകുമ്പോൾ ഇത് റിസോർട്ടാട്ടോ. ഒരു റിസോർട്ടുണ്ട് മേളിൽ കേട്ടോ. ഇത് റിസോർട്ടാണ്. ഇവിടെ വന്നവർക്ക് താമസിക്കാൻ പറ്റിയ സൗകര്യമെല്ലാം ഉണ്ട്. ഇവിടെ റിസോർട്ടാണ്. അക്കരെ ആനയൊന്നും കാണുന്നില്ല. ആന ഉണ്ടാവും, വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വരും. ഇതിലെ കടുവ,
ഉണ്ട്. ഈ നിൽക്കുന്നത് എണ്ണപ്പനയാണ് കേട്ടോ. ഓയിലൊക്കെ അല്ലേ, പാം ഓയിലൊക്കെ ഉണ്ടാക്കുന്നത് എണ്ണപ്പനയാണത്. ഇത് റിസോർട്ടാണ്. ഇതാണ് റിസോർട്ട്. ഇവിടെ സഞ്ചാരികൾക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള റിസോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. പുഴയിൽ വെള്ളം കുറവുള്ളത് കൊണ്ട് ഇത് കയറ്റിയിട്ടേക്കാണ്. എണ്ണപ്പനയാണ്. ഇതൊരു മണൽത്തിട്ടാണ്. ഇത് റിസോർട്ടാട്ടോ. വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ റിസോർട്ടാണ്. പുഴ തീരത്ത് എന്ത് ഭംഗിയുള്ള മനോഹരമായ ഒരു തണൽ മരം. ഇത് മണൽത്തിട്ടാട്ടോ. ഇവിടെ എപ്പോഴും നല്ല മണലാണ്. അതുണ്ടല്ലേ. ഉണ്ടോ ആ പുഴയുടെ ഒരു ഭംഗി നോക്കി. ഡേഞ്ചർ സ്ഥലമാണ്. നല്ല അടിയൊഴുക്ക്, അടിയിൽ ആഴമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ വന്ന് അങ്ങനെ പുഴയിൽ ഇറങ്ങുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഇറങ്ങാൻ അവിടെ ഒരു കടവുണ്ട്, അവിടെ മാത്രം ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്താൽ മതി. വന്നെടുത്താടോ അപകടത്തിലൊന്നും പെടാണ്ട് ശ്രദ്ധിക്കുക. കാര്യം പുഴ കാണുമ്പോഴേ നമുക്ക് നീന്തി കുളിക്കാനൊക്കെ തോന്നും. ഈ അപകടമുള്ള സ്ഥലം കാണുമ്പോഴൊക്കെ പൊതുവെ അങ്ങനെ തോന്നുന്നതായി ഉള്ളതാണ്. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ആനക്കയം. കോതമംഗലത്ത് നിന്ന് 25 കിലോമീറ്റർ സ്ഥിതി ചെയ്യുന്ന കുട്ടമ്പുഴയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകലമുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. കുട്ടമ്പുഴയിൽ നിന്ന് അല്ലെങ്കിൽ 1 കിലോമീറ്റർ ഇത്രേ ഉള്ളൂ ഏകദേശം. അതാണ് ഞാൻ പറഞ്ഞ വേറെ പുഴകൾ കടന്നു വരിക എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലമാണത്. 2 പുഴയുണ്ട്. അത് അവിടുന്ന് ഒരു പുഴ ഇങ്ങോട്ട് വരികയാണ്. പിന്നെ ഒരു പുഴ ഈ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഈ 2 പുഴയും കൂടി കലർന്ന സ്ഥലമാണ് ഇവിടെ. ഭയങ്കര ആഴമുള്ള സ്ഥലം. അവിടെ വെള്ളങ്ങൾ കറങ്ങുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കേട്ടോ. അവിടെ ഫോറസ്റ്റിലെ ഒരു സാറ് പറഞ്ഞതാണ്. അപ്പോൾ ഭയങ്കര ഡേഞ്ചറുള്ള സ്ഥലമാണ്. അതുപോലെ അത്ര മനോഹരമായ സ്ഥലമാണ്. ഭയങ്കര വനം എല്ലാം ഉള്ള സ്ഥലമാണ്. സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് വന്നാൽ ഇവിടെ സ്ഥലം കാണാം. എൻ്റെ കൂടെ വന്ന ആള് മരത്തിൽ കയറി ഊർന്ന് കളിക്കുകയാണ്. എന്താ പുള്ളിക്കൊരു രസം തോന്നി ഇവിടെ വന്നപ്പോഴേ.
മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ബായ്. ഈ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്തരം നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.